കപ്പൂർ ആനക്കര പട്ടിത്തറ മേഖലയിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി ഭാരതപ്പുഴയിൽ കിടങ്ങൊരുക്കി പദ്ധതി പ്രദേശത്തേക്ക് വെള്ളമെത്തിക്കാൻ നടപടി തുടങ്ങി. ജലനിരപ്പ് താഴ്ന്നതോടെ ചെളി നിറഞ്ഞതുമൂലം പമ്പിംഗ് പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. പട്ടിത്തറയിലെ പമ്പിംഗ് കേന്ദ്രത്തിൽ വേണ്ടത്ര വെള്ളമില്ലാത്തതുകൊണ്ട് 2 മണിക്കൂർ പോലും ജലവിതരണം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് വൻതോതിൽ കുറഞ്ഞതോടെ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് 3 ദിവസം കൊണ്ടാണ് ആഴത്തിൽ കിടങ്ങ് കീറി പദ്ധതി പ്രദേശത്തേക്ക് വെള്ളമെത്തിക്കാൻ തീരുമാനമായത്. കിടങ്ങ് കീറിയതോടെ വെള്ളം കിണറിലേക്ക് എത്തിച്ചേർന്നെങ്കിലും ചെളിവെള്ളം നിറഞ്ഞുകിടക്കുന്നതിനാൽ ജലവിതരണം നടത്താൻ സാധ്യമായില്ല. അതിനാൽ പുഴയിൽ ബണ്ട് കെട്ടി ചളിവെള്ളം നീക്കം ചെയ്യാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ജലക്ഷാമം അതിരൂക്ഷമായതോടെ വിവിധ പഞ്ചായത്ത് അധ്യക്ഷന്മാരും ജല അതോറിറ്റി ഉദ്യോഗസ്ഥരും മന്ത്രി എം. പി. രാജേഷിന്റെ ഓഫീസ് പ്രതിനിധികളും ചേർന്ന് ദിവസങ്ങൾക്ക് മുൻപ് യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ ഉയർന്നുവന്ന തീരുമാനപ്രകാരമാണ് മണ്ണുമാന്തി യന്ത്രം കൊണ്ട് കിടങ്ങ് കീറാൻ തീരുമാനമായത്. അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഈ മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടിത്തറ പഞ്ചായത്തിലെ 18 വാർഡുകളിലെ എല്ലാ വാർഡിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നു. അവിടെ എല്ലാം തന്നെ ലോറിയിൽ വെള്ളം വിതരണം ചെയ്യേണ്ട അവസ്ഥ സംജാതമായിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിലൊന്നും തന്നെ വെള്ളം എത്തിക്കാൻ ഞങ്ങൾ ഏറെ പ്രയാസപ്പെടുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ പമ്പിംഗ് സ്റ്റേഷനിൽ ഇപ്പോൾ വെള്ളം താഴ്ന്നതുകൊണ്ട് ഒരു ഫുൾ ദിവസം മുഴുവനായിട്ടും അടിച്ചിരുന്ന മോട്ടോറിന് ഇപ്പോൾ വെറും 2 മണിക്കൂർ അടിച്ചാൽ വെള്ളം പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 2 മണിക്കൂർ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും 1 മണിക്കൂർ നിർത്തിയിട്ട് എന്നാലാണ് വീണ്ടും 2 മണിക്കൂറിനുള്ള വെള്ളം കിട്ടുന്നുള്ളൂ. അപ്പോൾ അത്രയധികം പുഴയിലെ വെള്ളം താഴ്ന്നിരിക്കുന്നു. ഇപ്പോൾ ഈ പമ്പിംഗ് സ്റ്റേഷനിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി വെള്ളമുള്ള ഭാഗത്തുനിന്ന് 2 JCB ഉപയോഗിച്ച് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ചാല് ഇങ്ങോട്ട് കീറുകയാണ് ഈ പമ്പിംഗ് സ്റ്റേഷന് അടുത്തേക്ക്. അങ്ങനെ വെള്ളം എത്തിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ജലക്ഷാമം കാരണം പഞ്ചായത്തുകൾ വാഹനത്തിലെത്തിക്കുന്ന ശുദ്ധജലമാണ് ജനത്തിന് ചെറിയ തോതിലേക്കെങ്കിലും ആശ്വാസമാകുന്നത്. അതേസമയം ശുദ്ധജലത്തിന്റെ ദുരുപയോഗം ഒഴിവാക്കാൻ ജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ജല അതോറിറ്റി അധികൃതരും മുന്നറിയിപ്പ് നൽകി. NCV ന്യൂസ് തൃത്താല. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. Kerala Golden Diamonds, the family jeweler, Main Road, Vadakekad.